പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം അതിപ്പോൾ കുറച്ച് ദിവസമായി. പക്ഷേ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, CPM-ന് രക്തസാക്ഷി എന്ന് പറയുന്നത് ഫണ്ട് പിരിക്കാനും അത് മുക്കാനുമുള്ള ഒരു മാർഗം മാത്രമായി മാറുകയാണോ? ഇതിനെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് DYFI ആണ് മറുപടി പറയുന്നത്. അതായത് ഇതിന് ഇവർ പലർക്കും മറുപടി കൊടുത്തിട്ടുള്ള അരിവാളും ഒന്നും ഞങ്ങൾ മാറ്റിവെച്ചിട്ടൊന്നുമില്ല, അതൊക്കെ രാഗി മിനുക്കി എടുക്കാമെന്നുള്ള തരത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ്, സോറി ടു ഇന്ററപ്റ്റ് ചെയ്തതിന്, ന്യൂസിൽ കാണിച്ചു പോവുകയാണ് അവര് രാഗി മിനുക്കി തേച്ച് വൃത്തിയാക്കി സ്വർണം പോലെ ആക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്തിന്? ഞങ്ങൾ പല വർഗശത്രുക്കളെയും വകവരുത്തിയ അരിവാൾ ഉപേക്ഷിച്ചിട്ടില്ല. ആ അരിവാൾ തേച്ച് മിനുക്കി വൃത്തിയാക്കി വെച്ചിരുന്നു. എൻ്റെ പ്രജിത, ഞാൻ കിടുങ്ങിപ്പോയി. കാരണം നമ്മളൊരു വലിയ സംഘർഷാത്മകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് നമ്മളുടെ ഒരു പ്രത്യേക ന്യൂനവിഭാഗത്തിൽപ്പെട്ട, അതിൽ 99.99% ആൾക്കാരും ഭാരതീയരാണ്. പക്ഷേ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും വർഗീയ വിദ്വേഷം കത്തിക്കാനും വേണ്ടി പാടുപെടുന്ന കുറച്ച് ന്യൂനപക്ഷ സഹോദരന്മാരുമുണ്ട്. സഹോദരി എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞ സഹോദരിമാരുമുണ്ട്. അപ്പോൾ അത് കേട്ട് നമ്മൾ വളരെ ഭീതിയിലായിരുന്നു. പിന്നെ മോദി സർക്കാരിൻ്റെ സക്രിയമായ ഇടപെടൽ കാരണം അത് തൽക്കാലം 5 കൊല്ലം നീണ്ടിട്ടും അവർക്ക് ആ കത്തി ഉപയോഗിക്കാൻ പറ്റിയില്ല. വേണ്ട സമയത്ത് ഇടപെടലുകൾ നടന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ജാതിപരമായ വിദ്വേഷത്തിനിടയിൽ ആകെ ടെൻഷനിൽ ജീവിക്കുമ്പോഴാണ് പരസ്യമായി ചലഞ്ച് ചെയ്യുന്നു. പാർട്ടികൾ തമ്മിലുള്ള വഴക്കിലേക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ തയ്യാറാണെന്ന്. പ്രജിതയ്ക്ക് അറിയാമല്ലോ, ഞാൻ ഈ DYFI അനധികൃതമായി നമ്മൾ ചൂരൽമല ദുരന്തത്തിന് വേണ്ടിയിട്ട് പെട്ടിക്കടയല്ല തട്ടുകട ഇട്ട് വിൽപ്പന നടത്തുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ആ അപ്പച്ചട്ടിയിൽ ദോശച്ചട്ടിയിൽ വച്ച് എന്നെ ചുട്ടെടുക്കുമെന്ന് എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടികൾ പറഞ്ഞതാണ്. എന്താണ് ഇവരുടെ സംസ്കാരം? ഈ ഫണ്ടിനെ കുറിച്ചും ആലോചിക്കണം. ഈ ചൂരൽമലയിലേക്ക് വേണ്ടി അനധികൃതമായി ബക്കറ്റ് പിരിവ് നടത്തിയ ആ ഫണ്ട് എവിടെ പോയി? DYFIക്കാർ അന്ന് എറണാകുളം സൗത്തിൽ വെച്ച് കേസ് കൊടുത്തു. അപ്പോൾ പറയാം, നിങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ കേസ് കൊടുക്കുള്ളൂ. വധഭീഷണി പരസ്യമായി നടത്തിയതിനെതിരെ കേസില്ല. എന്നെ ദോശച്ചട്ടിയിൽ ചുട്ടെടുക്കുമെന്ന് പറഞ്ഞ് എന്തിനാണ് ഇവരെ ചുട്ടെടുക്കുന്നതെന്ന് ചോദിച്ച ആളെ അടിച്ച് തമ്പോറാക്കി. അയാൾ ഇവിടുത്തുകാരനും കൂടിയല്ല കേട്ടോ, അതിന് കേസില്ല. അയാളുടെ 14 ഗ്രാം വരുന്ന മാല ഊരിയെടുത്തു, അതിന് കേസില്ല. ഒന്നിനും കേസില്ല. ഇവിടെ നമ്മൾ എങ്ങോട്ടേക്കാണ് ഈ രാഷ്ട്രീയ അരാജകത്വത്തിൽ പോകുന്നത്? അദ്ദേഹം എന്താ ചോദിച്ചത്? ഈ സ്ത്രീയെ കണ്ടിട്ടൊരു അദ്ദേഹം ഇവിടുത്തുകാരനല്ല, എന്നെ അറിയില്ല, പിച്ചക്കാരിയാണെന്ന് തോന്നുന്നില്ല. എന്തിനാണ് അവരുടെ വായിലേക്ക് ബീഫും പറോട്ടയും വെച്ച് കൊടുത്താൽ തീരാവുന്ന ചുരുക്കേ ഈ ചാണകസംഖ്യയ്ക്കുള്ളൂ എന്ന് പറയുന്നത്? എന്തിനാണ് ഈ ചാണകസംഖ്യ എന്ന് പറയുന്നത്? ഇവർക്കൊന്നും സംസ്കാരമില്ലേ പ്രജിത? ഒരു അമ്മയുടെ പ്രായമുള്ള അല്ലെങ്കിൽ അമ്മുമ്മയുടെ പ്രായമുള്ള എൻ്റെ വായിലേക്ക് ബീഫും പറാട്ടയും കുത്തിക്കയറ്റണമെന്ന് പറഞ്ഞാൽ തീരുന്ന ചൊരുക്കുള്ളൂ. ഞാൻ എന്താ ചോദിച്ചത്? ലൈസൻസ് ഉണ്ടോ? ഭക്ഷണമല്ലേ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടി സഖാക്കളാണ് ഞങ്ങൾ ഇവിടെ മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചലഞ്ച് ചെയ്ത സ്ഥിതിക്ക് കേരളം മുഴുവൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പൈസയുടെ കണക്കെവിടെ? ബക്കറ്റിലേക്ക് ഇടുകയായിരുന്നു. ഞാൻ രാത്രി 1 മണിക്കും ചെയ്തു. അപ്പോൾ അവിടെ ഡാൻസും പാട്ടും ഡിസ്കോയും ഒക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയല്ലേ. ഇങ്ങനെയാണോ ചൂരൽമലയിലെ ദുരന്തം ആഘോഷിക്കുകയായിരുന്നു? നമ്മുടെ അഭിമന്യുവിൻ്റെ പേരിൽ ബക്കറ്റ് പിരിവ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അഭിമന്യു ചേട്ടന് വേണ്ടിയെന്ന് പറഞ്ഞ് നമ്മൾ കല്യാൺ സിൽക്കിൻ്റെ മുമ്പിലേക്ക് രാത്രി ഇറങ്ങുകയാണെങ്കിൽ കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും അഭിമന്യു ചേട്ടന് വേണ്ടിയിട്ടുണ്ടാവും. പനമ്പള്ളി നഗറിലെ വലിയ വലിയ ഹോട്ടലുകളുടെ മുമ്പിൽ ഇപ്പോഴും അഭിമന്യുവിന് വേണ്ടി പിരിച്ചു കഴിഞ്ഞിട്ടില്ല. ആ കുടുംബത്തിന് എന്ത് കിട്ടി? 35 ലക്ഷം രൂപയാണ് കൊടുത്തത്. കലൂര് കണ്ണായ സ്ഥലത്ത് വലിയൊരു കെട്ടിടം പണിതു, അഭിമന്യു സ്മാരകം. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ രക്തസാക്ഷികളെ കരയാനായിട്ട് അനുവദിക്കാറില്ല. രക്തസാക്ഷി കുടീരങ്ങൾക്കുള്ളിൽ കിടന്ന് ആ കൊച്ചു പയ്യൻ വിതുമ്പി കരയുന്നുണ്ടോ എന്ന് നമുക്കെങ്ങനെ അറിയാം? ഒരു ജീവിതമായാണ് പോയത്. പച്ച സ്വെറ്ററിട്ട് മലയിറങ്ങി വന്ന ആ കുട്ടിയുടെ അമ്മ മകൻ്റെ ശരീരത്തിൽ വീണ് കിടന്ന് ഞാൻ നൊന്ത് പെറ്റ മകനെ എന്ന് പറഞ്ഞ കരഞ്ഞ്. പ്രജിതയ്ക്ക് ആ വേദന അറിയാം, എനിക്ക് ആ വേദന അറിയാം അല്ലേ? അഭിമന്യുവിനെ വിട്ട് കാശാക്കാണ് അവർ ചെയ്തത്.
രക്തസാക്ഷികൾ കരയുന്നുണ്ട്. അഭിമന്യുവിൻ്റെ ആണ്ടിന് ഞാൻ അത്ഭുതപ്പെട്ടു. അതിൻ്റെ വീഡിയോ ആണെന്ന് പറഞ്ഞാണ് കാണിച്ച്. കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും നൃത്തം വയ്ക്കുകയാണ്. അത് കണ്ട് അഭിമന്യു ചിരിക്കോ കരയോ? അവനും ഇവിടെ നൃത്തം ചെയ്യേണ്ട കുട്ടിയല്ലേ? അവൻ ചിരിക്കോ കരയോ? എന്നിട്ട് രക്തസാക്ഷികൾ, രക്തകുടീരങ്ങൾ കരയാറില്ല എന്ന് വലിയ ബാനർ. പ്രജിത ചോദിച്ചു വന്ന വിഷയത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു രക്തസാക്ഷിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടിൽ തിരിമറി നടന്നു, അതിൻ്റെ കണക്കുകൾ കൃത്യമായി കൊടുത്തിട്ടില്ല. അത് പറയാൻ പാടില്ലേ? CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം ഫണ്ട് വെട്ടിപ്പിന്റെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടി സഖാക്കളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, മുതിർന്ന നേതാക്കളായിക്കോട്ടെ. മുതിർന്ന നേതാക്കളാണല്ലോ വഴി കാട്ടുന്നത്. ഈ വഴി കാട്ടുന്നത് കൊണ്ടാണല്ലോ കുട്ടി സഖാക്കൾ ചെയ്യുന്നത്. അവരെ തിരുത്താൻ ഇവർക്കും കഴിയില്ല. മൊത്തത്തിൽ കള്ളത്തരമാണ്. കാരണം ഇവര് തന്നെ കാണിച്ച പാതയിലൂടെയല്ലേ ഇവര് പോകുന്നത്. നേതാക്കന്മാർ അതായത് CPM നേതാക്കന്മാർ ഇങ്ങനെ ഫണ്ടുകൾ വെട്ടിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു സുഖജീവിതത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൂടാ? ആശ പറഞ്ഞല്ലോ, നിനക്ക് തന്തയില്ലാത്ത ഗർഭം ഉണ്ടാക്കി തരുന്ന, പരസ്യമായിട്ട് പറഞ്ഞല്ലോ. എന്നിട്ട് എന്ത് നടപടി എടുത്തു? ഇവരുടെ തന്നെ ഒരു എന്താണ് തീവ്രത അളക്കുന്ന ബാരോമീറ്റർ കണ്ടുപിടിച്ച ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകളാണ് ഇവിടെയുള്ളത്. പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ ആരും ഒരിടത്തും കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ പേറ്റൻറ്റും കൂടെ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ച കാണുമായിരുന്നു. അപ്പോൾ ഒരു മാന്യ വ്യക്തി വന്നിരുന്ന ഈ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കുറിച്ച് പറയാണ്. 300 ദിവസത്തെ ലീവ് അദ്ദേഹം സറണ്ടർ ചെയ്തിട്ട് 8.5 ലക്ഷം രൂപയാണ് മേടിച്ച്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു മാസ ശമ്പളം 4000 രൂപയാണ്, 40,000 രൂപയാണ്. 10 മാസം 30 300 ഇതെന്ന് പറയുമ്പോൾ 10 മാസം 4 ലക്ഷം രൂപയല്ലേ ആവുള്ളൂ. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കൂ. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാതെ അതും ഇതും പറയരുത്. പിന്നെ എവിടെയോ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് 5000 രൂപ. അദ്ദേഹം പറഞ്ഞൊരു റെസീറ്റിൻ്റെ അടുത്തുണ്ട്, 1000 രൂപയാണ് കിട്ടുന്നത്. എന്തിനാണ് എന്നെ ഒരു തെമ്മാടിയും കാശ് കക്കുന്നവനുമായിട്ട് ചിത്രീകരിക്കുന്നത്? ഞാൻ പറഞ്ഞ തെറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തെറ്റ് ചെയ്തവരെ നടപടിയെടുക്കാണ്ട് എന്തിനാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ ഇതാക്കുന്നത്? അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പബ്ലിക്കായി വന്ന് പറയേണ്ടി വന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരി എന്ന് പറഞ്ഞാൽ ഏറാൻ മൂളികൾ എന്ന് ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇരുന്നാൽ എല്ലാം നല്ലതാണ്. അല്ലാത്തവരെ ഇപ്പോൾ കണ്ടുകൂടാണ്ടായതിന് പിന്നിൽ അദ്ദേഹം ഇപ്പോൾ സത്യത്തിൽ ഇവരുടെ ഒരു ഡിക്ഷണറി ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ കുലം കുത്തിയായി മാറിയിട്ടുണ്ടല്ലോ. കാരണം 51 വിട്ട് വീഴുന്ന പറഞ്ഞുകൂടാ നമുക്ക്. അതെ, ഡിവൈഎഫ്ഐക്കാര് പറഞ്ഞിട്ടുണ്ട് അവരിതൊന്നും അവിടെ വലിയ പോസ്റ്റർ യുദ്ധമാണ് ഊട്ടി നടക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ പോസ്റ്റർ വരുന്നു, ഇദ്ദേഹത്തിന് കൂടെ പോസ്റ്റർ വരുന്നു. ഇതിനെതിരെ സമരം ചെയ്ത കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും അടിച്ച് തമ്പോറാക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ആരിവർക്ക് അധികാരം കൊടുത്തു നിയമം കയ്യിലേന്തുവാനായിട്ട്? അവിടുത്തെ തന്നെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റ് വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണ സംഭവങ്ങളിൽ. ജനങ്ങൾക്ക് സ്വസ്ഥത വേണ്ടേ കുട്ടി? നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് നമുക്കൊരു മനസ്സിലൊരു വിശ്വാസം വേണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു വിശ്വാസം വേണം. എന്ത് പറഞ്ഞാലും അടുത്ത വാക്കിന് അരിവാളെടുത്ത് വീശുകയാണോ ഉത്തരം? ഇതിനൊക്കെയല്ലേ നിയമമുള്ളത്. ഇഫ് ഐ എം ഹേർട്ടിങ് സംബഡീസ് ഫീലിംഗ് ദേ ക്യാൻ ഓൾവേസ് ഗോ ടു ദ കോർട്ട്. അതിന് നമ്മൾ തന്നെ അരിവാളെടുത്ത് വെട്ടാൻ നിൽക്കണമോ? അല്ലെങ്കിൽ നമ്മൾ കുത്താൻ നിൽക്കണമോ? എനിക്കിതിൻ്റെ ഒന്നും എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത കാണിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രജിതയുടെ തന്നെ വേറെ ഇതായിരിക്കാം, എൻ്റെ വേറെ ആയിരിക്കാം, ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്ന അർജുൻ്റെ വേറെ രാഷ്ട്രീയ തിങ്കിങ് ആയിരിക്കാം. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ സഹോദരന്മാരാണ്. ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ എല്ലാ ദിവസവും പറയായിരുന്നു എങ്ങനൊരു സഹോദരിയെ കൊല്ലാൻ പറ്റും, എങ്ങനൊരു സഹോദരനെ കൊല്ലാൻ പറ്റും. ഇപ്പം എന്തൊക്കെ വിധത്തിലെ കൊലപാതകങ്ങളാണ് പ്രജ നമ്മൾ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ചാമ്പി കൊല്ലുകയല്ലേ ഓരോരുത്തരെ. അതെ അല്ലേ? ഈ CPM-ന്റെ ഒരു നിലപാടുകൾ പലപ്പോഴും ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, കരുവന്നൂർ ബാങ്ക് അഴിമതിയൊന്നും സ്കാമുകൾ ഒരുപാട് വരുന്നുണ്ട്. ഈ പറയുന്ന കുട്ടി സഖാക്കൾ ഇത്ര നിലവിട്ട് പെരുമാറുന്നത് പലപ്പോഴും ഇവരെ എങ്ങനെയാണ് അവര് സ്വരക്ഷ ചെയ്തതാണ് എന്നാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യാത്രക്കിടയിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു. സ്വരക്ഷയല്ല, ഇപ്പം അത് കരിങ്കൊടി കാണിച്ച ആൾക്കാരെ അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിയതാണ്. ജീവൻ രക്ഷാപ്രവർത്തനം
പ്രവർത്തനം. അപ്പൊ അത്തരത്തിൽ അവരെ ന്യായീകരിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം ഇവരുടെ ഈ ഇത്തരത്തിലുള്ള വീരവാദങ്ങളൊന്നും കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും എൻ്റെ മോൾക്കറിയില്ല, PSC ടെസ്റ്റ് പോലും ഏതാണ്ടാണ് 2 SFI കുട്ടികൾക്ക് SI പാസ്സാവാനായിട്ട് ഉള്ള ഇത് കൊടുത്തത്. എത്രയോ പേര് മുട്ടിലഴയുന്നു, അവർക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ജോലി കിട്ടുന്നില്ല എന്ന്. അപ്പോഴാണ് ഈ കുട്ടി സഖാക്കൾക്ക് PSC ടെസ്റ്റ് പോലും ചെയ്യാണ്ട് പരീക്ഷ പോലും പാസ്സാക്കാത്തവരെ SI റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഭാര്യമാരുടെ കാര്യം പിന്നെ പറയണ്ട കേട്ടോ, എല്ലാവർക്കും PhD ആണ്, എല്ലാവർക്കും പ്രൊഫസർ ജോലിയാണ്. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുന്ന കുടുംബക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും തല കുമ്പിട്ട് നിന്നോളണം. നമ്മളെല്ലാവരും വെട്ടാൻ വരുന്നു, ഇങ്ങനെ നിന്ന് കുമ്പിട്ട് കൊടുക്കണം. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ശരിക്കും തന്നെ പരിശോധിക്കണം. പറ്റുവാണെങ്കിൽ ED തന്നെ വന്ന് അത് പരിശോധിക്കണം. ഇത്ര കോടി രൂപ എങ്ങോട്ട് പോയി, ആരുടെ അക്കൗണ്ടിൽ പോയി, അത് ഉറക്കെ പറയാനുള്ള ആർജവം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു പരിരക്ഷയുണ്ട് എന്നൊരു ബോധം വേണം. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ, എനിക്കും ഇന്നലെ തന്നെ ആ ചാനൽ ചോദിക്കുന്നു, ചേട്ടന് 51 വെട്ട് പേടിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു തയ്യാറായിരുന്നുള്ളൂ സ്വർഗവാസത്തിന് പോകാനായിട്ട്, ഈ ജീവിതം അവസാനിച്ച് പോകാൻ തയ്യാറായിക്കോളൂ എന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതായത് കമ്മ്യൂണിസം അദ്ദേഹത്തിന് പകർന്നു നൽകിയ ആ ശക്തി എനിക്കുണ്ട്. ഞാൻ എന്തും നേരിടാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. കമ്മ്യൂണിസത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ ആ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മേലാളന്മാരെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂവുടമകളും അങ്ങനത്തെ ആൾക്കാരായിരുന്നു. കമ്മ്യൂണിസത്തിൽ ഞങ്ങൾ സഖാക്കളാണ്. ഒരു സഖാവിനോട് മറ്റൊരു സഖാവിന് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ആ അവസ്ഥ ശരിക്കും ഭീതിതമാണ് സാധാരണക്കാർക്ക്. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ.